ഹായ്, ഞാൻ ദീപ. അപ്പൊ കഴിഞ്ഞ ഒരു പാരന്റിങ് വീഡിയോയുടെ താഴെ വന്നൊരു കമന്റ് ഇതാണ്, എൻ്റെ മകൾ ആൺകുട്ടികളെ പോലെയാണ് നടക്കുന്നത്, അവരുടെ ഡ്രസ്സിങ് എല്ലാം ആൺകുട്ടികളുടെ പോലെയാണ്, സ്ലൈഡ് കുത്തില്ല, പൊട്ട് തൊടില്ല, അതൊന്നും അവൾക്ക് ഇഷ്ടമില്ല. അപ്പൊ അവള് അങ്ങനെ നടക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, അവള് ഭാവിയിൽ അങ്ങനെ ആയി പോകുമോ എന്നൊരു പേടിയില്ലാതില്ല. ആ ഒരു രീതിയിലാണ് ആ ഒരു കമന്റ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. അപ്പൊ എനിക്കൊരു രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ മൂത്തയാള് ടീനേജ് ആണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവൾക്ക് കംഫർട്ട് എന്ന് പറയുന്നത് പാന്റും ഷർട്ടും ഹുഡീസും അതൊക്കെയാണ്. ഷർട്ട് എന്നുള്ളതിനേക്കാൾ ഹുഡീസും ജീൻസും ഒക്കെയാണ് ഇഷ്ടം. ടോപ്പ് ആണെങ്കിൽ പോലും അതൊരു കുറച്ച് ലൂസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഹുഡി മാതിരി ഉള്ള ഡ്രസ്സുകളാണ് അവൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 2-3 വർഷമായിട്ട് അവൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആലോചിച്ചോണം, എനിക്ക് അവൾക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് വേണമെങ്കിലും എടുത്തു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും വർക്ക് ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പൊ എന്റെ ഇഷ്ടത്തിന് എനിക്ക് അവൾക്കൊരു ഡ്രസ്സ് ഇപ്പൊ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റാറില്ല, കാരണം അവൾക്ക് ഇഷ്ടമില്ല. അപ്പൊ ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര കുഞ്ഞിലേ അവൾക്ക് പറയുന്നുണ്ടായിരുന്നെങ്കിലും ഒരു ഇടക്കാലം കഴിഞ്ഞപ്പോൾ, അതായത് ഒരു കൊറോണ സമയമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഞാൻ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടമല്ല അടിച്ചേൽപ്പിക്കേണ്ടത്, അവർക്ക് കംഫർട്ട് ആവുന്ന, അല്ലെങ്കിൽ നമുക്ക് ചില ഡ്രസ്സ് ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ചില ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ പിള്ളേർക്കും ഉണ്ട്, നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു റിയലൈസേഷനിൽ നിന്നാണ് ഇവളെങ്ങനെയാണ് ഇവക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതി നടന്നോട്ടെ, അല്ലെങ്കിൽ അവൾക്ക് കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വേഷം, അവൾക്ക് കംഫർട്ട് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ അവള് ഹാപ്പി ആവുന്ന ഒരു വേഷം എന്താന്ന് വെച്ചാൽ അതായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവൾക്ക് ഡ്രസ്സിങ്ങിന് ആ ഒരു നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള. അപ്പൊ ഇപ്പൊ അവളുടെ വാർഡ്രോബില് ഫ്രോക്കോ പട്ടുപാവാടയോ അല്ലെങ്കിൽ കുർത്ത അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഒരു വർഷം മുന്നേ, അത് 1.5 വർഷം മുന്നേ ആണ് അവള് കുറെ പറയാൻ തുടങ്ങിയത് അവൾക്ക് മുടി വെട്ടണം, അത് ആൺകുട്ടികളുടെ പോലെ മുടി വെട്ടണം, ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ മുടിയിട്ടൊക്കെ ഇട്ട്. അപ്പൊ നമുക്കത് ഇതിങ്ങനെ പറയുന്നത് എന്നുള്ളതായിപ്പോയി. കാരണം അവൾക്ക് നല്ല മുടിയാണ്, നല്ല രസമാണ് അവളുടെ മുടി കാണാനായിട്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയാണ്. അപ്പം എനിക്ക് ആ മുടി വെട്ടുന്നതിനോട് തീരെ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെയും അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, അമ്മ എനിക്ക് ഇങ്ങനെ വെട്ടണം, ഒരു തവണ ഒന്ന് വെട്ടി നോക്കട്ടെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാലോ. അപ്പൊ അങ്ങനെ കുറെ നാള് അവൾ നമ്മുടെ പുറകെ നടന്ന്, രണ്ടുപേരുടെയും പുറകെ നടന്ന് കാല് പിടിച്ചിട്ടാണ്. അപ്പൊ നമ്മള് അന്നേരമൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, അതായത് ഇത് ശരിയാവത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കാണുന്ന ഇഷ്ടമില്ല, അവർക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് അങ്ങനെ കാണുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതിക്കാതെ ഇരിക്കായിരുന്നു. പിന്നീട് അവള് കാല് പിടിച്ച് അവസാനം നമ്മൾ സമ്മതിച്ചു, പോയി വെട്ടി. അപ്പൊ അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് അവൾ പോയിട്ട് സലൂണിൽ പോയിട്ട് പറയുന്നത്, ഇങ്ങനെ എനിക്ക് വെട്ടി തരണം. പുള്ളി അതുപോലെ വെട്ടി. അവൾ ഉദ്ദേശിച്ച രീതിയിലായില്ലെങ്കിലും, കാരണം അവളുടെ മുടിയുടെ ഒരു രീതി വെച്ചിട്ട് അവൾ ഉദ്ദേശിച്ച ഹെയർ സ്റ്റൈൽ അവൾക്ക് വെട്ടിക്കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പൊ എന്തായാലും അത് ആദ്യത്തെ തവണ വെട്ടി, അടുത്ത തവണയാകുമ്പോൾ ശരിയാവുമെന്ന് പുള്ളി പറഞ്ഞനുസരിച്ച് അവൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പല പല ഹെയർ സ്റ്റൈൽസ് അവൾ തന്നെ നോക്കും. എനിക്ക് കണ്ട എല്ലാവരും പോലെ ആണെങ്കിലും അവൾ ഓരോ പ്രാവശ്യം ഓരോ തവണ അവളുടെ ഇഷ്ടത്തിന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ബോയ് കട്ട് പോലെ തന്നെയാണ്, അതായത് ബോയ്സ് വെട്ടുന്ന പോലെ തന്നെയാണ് വെട്ടുന്നത്. അതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും എല്ലാവരും ഇവിടെ മോനെ എന്നാണ് വിളിക്കാറ്. കാതെ 2 കമ്മല് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞൊരു പക്കാ ബോയ്. അതാണ് അവളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലും ഇഷ്ടങ്ങളും കംഫർട്ടും, അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ ആള് 2ാം ക്ലാസ്സിലാണ്. അപ്പൊ അവൾക്ക് മുടിയാണ് കൂടുതൽ, അവൾക്ക് മുടി വളർത്തണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരുമാതിരി കാട് പിടിച്ച കണക്കാണ് അവൾ മുടി വളർത്തുന്നത്. അവള് നമ്മളെ കൊണ്ട് മുടി ചെയ്യിക്കത്തില്ല, അവൾക്ക് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിടക്കണം, അത് കണ്ണിനോട്ട് കിടക്കണം. നമ്മൾ പണ്ട് പറയും കണ്ണിലോട്ട് മുടി വന്നാൽ കോങ്കണ്ണാവും എന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല, അവൾക്ക് മുടി ഫ്രണ്ടിലോട്ട് കിടക്കണം. സ്ലൈഡ് കുത്താൻ സമ്മതിക്കത്തില്ല. സ്ലൈഡ് കുത്തുമെങ്കിലും സ്ലൈഡ് നമ്മളൊരു ഉദ്ദേശം ഉണ്ടല്ലോ, സ്ലൈഡ് കുത്തുന്ന മുടി ഒതുങ്ങിയിരിക്കാനാണ്. അവളുടെ ഉദ്ദേശത്തില് സ്ലൈഡ് കുത്തുന്നത് ഒരു ഷോയ്ക്കാണ്, അതായത് ഇങ്ങനെ മാറ്റിയിട്ട് അവള് സ്ലൈഡ് കുത്തും, സ്ലൈഡ് കാണാൻ വേണ്ടിയിട്ട് സ്ലൈഡ് കുത്തും. പക്ഷെ മുടി എപ്പോഴും ഫ്രണ്ടിലോട്ട് കിടക്കും. അതായത് നമ്മുടെ ഈ ആനിമേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ കാർട്ടൂൺസ് ശ്രദ്ധിച്ചറിയാം, മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് സൈഡിലത്തെ മുടിയാണെങ്കിലും ചെവി കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ആ രീതിയിലാണ് അവൾ നടക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും 2 രീതികളാണ്. അതുപോലെ ഇളയൊക്കെ ഫ്രോക്ക് തന്നെ പറ്റത്തുള്ളൂ, വേറെ മിഡി ടോപ്പ് അതുപോലെ ഒന്നും ഇടത്തില്ല. അവള് ഈ ഫ്രോക്ക് ഇടുവാണെങ്കിൽ തന്നെ അവൾക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്സ് അവൾക്ക് ഇഷ്ടമില്ല. 2ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. അപ്പൊ അത് അവളുടെ ചോയ്സ് ആണ്. അപ്പൊ എന്നോട് പറയും, അമ്മ സ്ലീവ് ഉള്ള ഡ്രസ്സ് ആണെങ്കിലും ഞാൻ എടുത്തുള്ളൂ, എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് വേണം, അല്ലാത്തൊക്കെ ഞാൻ ഒത്തിരി നിർബന്ധിച്ചിട്ടൊക്കെയാണ് അവൾ ഇടുന്നത്. അതുപോലെ കുത്തിക്കൊള്ളുന്ന പറ്റത്തില്ല, പട്ടുപാവാട പറ്റത്തില്ല, ലോങ് ഫ്രോക്സ് പറ്റത്തില്ല, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇളയവർക്കുള്ളത്. അപ്പൊ ഇത് രണ്ടും ഒരു ഇവർ കാണുന്ന സിനിമകള്, കാണുന്ന കാർട്ടൂൺസ്, അല്ലെങ്കിൽ ഇവരുടെ പിയർ ഗ്രൂപ്പിലെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഓരോ ഇൻഫ്ലുവൻസ് വരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും കുഞ്ഞിലെ ഇതുപോലത്തെ കുറെ ആദ്യം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കാണെങ്കിലും ഇതുപോലത്തെ ഒത്തിരി ആഗ്രഹങ്ങൾ പണ്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചിലതൊക്കെ നടത്തിയെടുക്കാൻ നമ്മുടെ അപ്പനമ്മമാരുടെ കയ്യിൽ അത്രയും ഒരു സാമ്പത്തികം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ആലോചിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ സാമ്പത്തികം അനുവദിക്കുന്നുണ്ട്, പിന്നെ ഒരു പരിധി വരെ
നമ്മൾ നാട്ടുകാർ എന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിൽ ഒരു അപ്രോച്ച് എടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ പിള്ളേർ എങ്ങനെ നടക്കണമെന്നുള്ളത് അവരുടെ ഇഷ്ടത്തിന് വിടാനായിട്ട് പറ്റുന്നുണ്ട്. ഈ 2 ഫാക്ടർ കാരണം എനിക്ക് അല്ലെങ്കിൽ എനിക്കും എന്റെ ഹസ്ബൻഡിനും പിള്ളേർ എങ്ങനെ നടക്കണം എന്നുള്ളത് അവരുടെ ചോയ്സ് ആയിട്ട് വിടാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കിപ്പം ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ പിള്ളേരുടെ ഇഷ്ടങ്ങൾ അത് അനുവദിച്ചു കൊടുക്കുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് കൂടുകയാണ്, അവർ ഹാപ്പി ആവുകയാണ്, അല്ല പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കി എടുക്കുകയാണ്. ഈ നിലവിലുള്ള കുറെ അധികം സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ചെറിയാനുള്ളൊരു ധൈര്യം അവർക്ക് കൊടുക്കുകയാണ്. അതായത് എന്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനോ ആൾക്കാർ ജഡ്ജ് ചെയ്താൽ എനിക്കൊന്നും ഇല്ലാന്നൊരു ആറ്റിറ്റ്യൂഡ് എടുക്കാനോ ഒക്കെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് സപ്പോർട്ട് നമ്മളാണ് നിന്ന് കൊടുക്കേണ്ടത്, അതായത് നമ്മൾ പേരൻസ് ആണ് നിന്ന് കൊടുക്കേണ്ടത്, വേറെ ആരെ ഇവർക്ക് ഇപ്പൊ ഇത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ബാക്കിയുള്ള സൊസൈറ്റീനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സൊസൈറ്റീനെ പേടിച്ചിട്ടോ ബന്ധുക്കളെ പേടിച്ചിട്ടോ നമ്മൾ അത് നടത്തി കൊടുക്കാതിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്റെ ടീനേജിലുള്ള ആള് ഇതുപോലത്തെ ഇഷ്ടങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എന്താണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചായിരുന്നു. അപ്പോൾ ഇവരുടെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള കുട്ടികൾ തന്നെയാണ്. അതായത് ബോയ്ഷ് ആയിട്ട് അല്ലെങ്കിൽ ബോയിനെ പോലെ നടക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ മുടി വെട്ടുക എന്നൊക്കെ ഉള്ളത് ഇവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണെന്നുള്ളത് പയ്യെ പയ്യെ നമ്മൾ അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ കൂടെ ഒക്കെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്കെ ഇത് എന്റെ മോക്ക് മാത്രമല്ല ഈ പ്രായത്തിലുള്ള മിക്ക പിള്ളേർക്കും ഈ ഒരു ഇൻട്രസ്റ്റ് ആണ് കൂടുതലും. അത് കൂടുതലും ഇവർ കാണുന്ന ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇവർ കാണുന്ന മൂവീസിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിന്റെ ഒരു പ്രഷർ അവർക്കുണ്ട്. അപ്പൊ മൂവീസ് ഞാൻ ഇപ്പം അവളുടെ കൂടെ തന്നെ ഇരുന്ന് കൊറിയൻ മൂവീസ് ആണ് അവൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം കൊറിയൻ മൂവീസ് നോക്കുമ്പം ഇവൾ ഈ പറയുന്ന ബോയ് കട്ട് കുറെ അധികം കട്ടുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ കട്ടെല്ലാം ഈ കൊറിയൻ മൂവീസിലുള്ള ഹീറോസ് ഉപയോഗിക്കുന്ന ഹെയർ സ്റ്റൈൽസ് ആണ് ഇവൾ ഈ പറയുന്നതല്ല. പിന്നെ അവരുടെ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്സ് ആണ് ഈ ഹുഡീസും കാര്യങ്ങളും ഒക്കെ, അവരുടെ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് ഒക്കെയാണ് ഇവളും ചൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് വന്ന വഴി നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നേരത്തെ ആ ഒരു കമന്റിൽ ചോദിച്ചൊരു ചോദ്യം, ഇപ്പം ഇങ്ങനെ നമ്മൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അങ്ങനെ ആയി പോകത്തില്ലേ എന്ന് ചോദിച്ചാൽ പെൺകുട്ടി ആൺകുട്ടി ആയി പോകത്തില്ലേ എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ഡ്രസ്സിങ് അല്ല ഒരു ജെൻഡർ ഐഡന്റിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ യെസ്, ഇപ്പം നമ്മുടെ ടീനേജ് പ്രായത്തിലുള്ള മിക്ക കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവരുടെ സെക്ഷൽ ഓറിയന്റേഷനെയും ജെൻഡർ ഐഡന്റിറ്റിനെയും പറ്റിയിട്ടുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ ടേംസേ നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മേ ബി ഉണ്ടായിരുന്നു കാണാം ആൾക്കാർക്ക് ഇതുപോലത്തെ ചിന്തകളും രീതികളൊക്കെ ഉണ്ടായിരുന്നു കാണാം. നമ്മൾ പക്ഷെ അത് റിയലൈസ് ചെയ്യാതെ പോയി, കാരണം അതിന്റെ കറക്റ്റ് ടേമും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. കുറെ പേര് കുറച്ച് മിണ്ടാതെ ലോൺലി ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇൻട്രോവേർട്ട്, അതിന്റെ കറക്റ്റ് ടേംസ് ഒന്നും നമുക്കും അറിയത്തില്ല. എങ്കിലും ഒത്തിരി ആൾക്കാർ പറയുന്ന വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കും, ഓക്കെ നമ്മൾ എക്സ്ട്രോവേർട്ട് ആണോ അതോ ഞാൻ ഇൻട്രോവേർട്ട് ആണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് തന്നെ ഉണ്ടല്ലേ. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി അറിയാം, എനിക്കുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്നെ തന്നെ വിചാരിക്കുന്നത് ഞാൻ എക്സ്ട്രോവേർട്ട് ആണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ പെട്ടെന്ന് എനർജി ലോ ആവുന്ന പോലെ തോന്നും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഓക്കെ അതൊക്കെ ഇൻട്രോവേർട്സിന്റെ ലക്ഷണങ്ങളാണല്ലോ, അപ്പൊ ഞാൻ ഇൻട്രോവേർട്ട് ആണോ അതോ ഇനി ആംബിവേർട്ട് ആണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് തന്നെ ഉണ്ട്. അപ്പം ഈ സെക്ഷൽ ഓറിയന്റേഷനും ജെൻഡർ ഐഡന്റിറ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെ ഒത്തിരി നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പിള്ളേർ, അതായത് ഒരു ടീനേജ് പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു 6ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരെല്ലാം തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അവരും ആലോചിക്കുന്നത് ഇനി ഞാൻ അതാണോ അത് ഞാൻ ഇതാണോ എന്നൊരു കൺഫ്യൂഷൻ അവർക്കും ഉണ്ട്. അപ്പൊ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നിടത്താണ് മിക്ക പേരൻസും ഷോക്ക് ആവുന്നത്. കാരണം മിക്കവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഒരു നോർമൽ രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ പിള്ളേർ ചിന്തിക്കുന്നു എന്ന് വിചാരിക്കും, നമുക്കൊക്കെ ഒരു പേടി പോലെ വരും. ഞാൻ ഒത്തിരി അധികം അമ്മമാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എന്റെ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നു, അപ്പൊ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ അവള് സംസാരിച്ച എന്താ. അതായത് കൂടുതലും പെൺകുട്ടികളുടെ അമ്മമാർ സംസാരിക്കുമ്പോഴാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. അപ്പം ശരിയാണ്, നമുക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്, അവർക്കും അറിയത്തില്ല ശരിക്കും എന്താണ് കാര്യം എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യാവുന്നത് നമ്മൾ അവരെ അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് എന്താണ്, അവരുടെ തോട്ട് പ്രോസസ് എന്താണെന്നുള്ളത് ജഡ്ജ് ചെയ്യാതെ അവരെ കേൾക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. എന്തോ ആയിക്കോട്ടെ, അവരുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ ഡിഫറെന്റ് ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരെന്താണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചേക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതിന് നമ്മൾ അവർ പറയുന്നത് ജഡ്ജ് ചെയ്യാതെ കേൾക്കാനുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണം. നോൺ ജഡ്ജ്മെന്റലായിട്ട്
നമ്മൾ അവരെ കേൾക്കുക എന്നുള്ളതാണ്. അവരുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ്, അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണ്, എന്തുകൊണ്ടാണ് അവരങ്ങനെ വിചാരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാവണം. അതുപോലെ അവർക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചാനൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ നമ്മൾ അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ പ്രിഫറൻസസ് എല്ലാം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഈ അവർ പറയുന്ന ഡ്രസ്സിങ് ആണെങ്കിലും അവർ പറയുന്ന മൂവീസ് ആണെങ്കിലും, ഇപ്പൊ ഞാൻ കുറെ അധികം ശ്രമിക്കാറുണ്ട്. ഇപ്പം ഇവരുടെയൊക്കെ ഒരു തോട്ട് പ്രോസസ് ഒക്കെ ഒരു കൊറിയൻ സ്റ്റൈലിലാണ്. അപ്പൊ ഞാനിപ്പോ ഇനി ഇവരെന്താ പറയുന്നത്, അല്ലെ ഇവരെന്താ മനസ്സിലാക്കുന്നത് മനസ്സിലാണെങ്കിൽ ഞാനും ഇരുന്ന് കൊറിയൻ മൂവീസ് കാണണം. അപ്പൊ കുറെയൊക്കെ ഞാനും അതിന് ശ്രമിക്കാറുണ്ട്. അവരുടെ കൂടുതൽ ഇൻട്രസ്റ്റ് അതാണ്. ഇപ്പം ഇളയ ആളുടെ ആണെങ്കിലും ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ്. നമ്മുടെ തനി നാട്ടുമ്പുറം കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ഇതൊന്നും അവർക്ക് അറിയത്തില്ല. ഇപ്പം ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. പക്ഷെ ആ വെസ്റ്റേൺ കൾച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ കാര്യമായിട്ട് കാര്യങ്ങൾ പറയും. അപ്പൊ അതുപോലെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു റിയാലിറ്റി ചെക്ക് ഒന്നും ഇവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ അതിനെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ അവരുടെ ഇൻട്രസ്റ്റും പ്രിഫറൻസും എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്, അപ്പൊ നമ്മളും അതിൽ അപ്ഡേറ്റ് ആവണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഉള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മളോട് പറയുമ്പോൾ, ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സിന് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് എങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ വഴക്ക് പറയാനോ അവരെ പേടിപ്പിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇവർ ഈ പറയുന്ന കാര്യമൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ചെറിയ എഫേർട്ടെങ്കിലും നമ്മൾ എടുക്കണം. കാരണം ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡൗട്ട്സ് കുട്ടികളുടെ സൈഡിൽ നിന്ന് വരുമ്പം, മിണ്ടാതിരി ഇവിടെ, നീ എന്തിനാ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, നീ എന്താ ഇങ്ങനെ ആയി പോയതെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ അങ്ങ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. അവര് കഷ്ടം തോന്നും പിള്ളേരുടെ കാര്യം. കാരണം പിള്ളേരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ അവർക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു മൂരാച്ചി സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പിന്നെ ആരെടുത്താ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിട്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്ന കണക്ക് സംസാരിക്കാതിരിക്കുന്ന പിള്ളേരെയും നമുക്കറിയാം. നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വേറൊരു സൈഡ് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അങ്ങനെ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് ഇടപെടുന്നത് ശരിയല്ല. പക്ഷെ നമ്മൾ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമകരമായ ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പം ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ കുട്ടികൾ ചോദിക്കുമ്പം ഒന്നുകിൽ അവർക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനോ, ഇല്ലെങ്കിൽ ഇതിനൊരു കൗൺസിലിങ്ങിന് പോകാനോ, അതുമല്ല ഇപ്പൊ നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് അവരെന്താണ്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമുക്കും സമാധാനം, കുഞ്ഞുങ്ങൾക്കും സമാധാനമായിരിക്കും. അല്ലാതെ അവരെവിടെയാണ് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഈ പറയാനായിട്ട് വരുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് കേൾക്കാൻ തയ്യാറായിരിക്കണം. ജഡ്ജ് ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ അവരോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ വീട്ടിലെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം എതിരാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മളെങ്കിലും അവരെ കേൾക്കാനായിട്ട് റെഡി ആയിരിക്കണം. നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ചിലതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഷോക്കിംഗ് ആയിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടിക്ക് നമ്മളല്ലാതെ വേറെ ആരാണുള്ളത്? നമ്മളാണല്ലോ അവളെ അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാര്. അപ്പൊ ഞാനിത് ഭയങ്കര സ്ട്രെസ് ചെയ്ത് സംസാരിക്കാൻ കാരണം ആ കമന്റ് കണ്ടത്. അല്ലാതെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒത്തിരി സിറ്റുവേഷൻസ് ഫേസ് ചെയ്തത് ഒക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. സിമിലർ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ കാണും. ഇതുപോലെ ചിന്തിക്കുന്ന മക്കളുടെ അമ്മമാര് ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു ചാനൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അവരുടെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കുഞ്ഞുങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒത്തിരി വളർന്നുപോയി, ഇനി അൺലേൺ ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അവരുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ്, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്താണ്, അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്താം. പിന്നെ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒത്തിരി ചാനൽസ് ഉണ്ട്, ഒത്തിരി ബുക്സ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും വഴി നമ്മളെ അപ്ഡേറ്റ് ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ മക്കൾക്കായിരിക്കും അഫക്ട് ചെയ്യാൻ പോകണം, അവരുടെ ഭാവിനെ അഫക്ട് ചെയ്യാൻ പോകണം. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒക്കത്തുള്ളൂ. പിന്നെ ഉള്ളത് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മളല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയിൽ അവരെന്തായി തീർന്നാലും എങ്ങനെ ആയാലും അത് നമ്മളും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് അവരൊരു ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒരു സമയം വരെ കൊടുക്കേണ്ട ആൾക്കാർ നമ്മളാണ്. അപ്പൊ ആ ഒരു ബോധ്യത്തിൽ തന്നെ നമ്മൾ അവരുടെ സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഗൈഡൻസ് ആയിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പാരന്റൽ ചോയ്സസ് അത് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്
അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത്. പ്രത്യേകിച്ചും റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാരന്റിങ് ചോയ്സസിൽ കുറേയധികം റെസ്ട്രിക്ഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിക്കും ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ സന്തോഷം, അവരുടെ കംഫർട്ട്, അവരുടെ വ്യക്തിത്വം, ഇതെല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഒരു പരിധി വരെ. അപ്പോൾ നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ഒരു എന്താണ് നമ്മുടെ കയ്യിൽ അത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി കൗൺസിലിംഗ് ഓപ്ഷൻസ് ഉണ്ട്, നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ്. നമ്മൾ എന്തെങ്കിലും നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അത് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കില്ല. നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ കുട്ടിക്കാലം മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരത്തില്ല. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പം പുറത്തു പോകുമ്പോൾ മുടി പിന്നി കെട്ടി മാത്രം പോയാൽ മതി, നമുക്ക് അഴിച്ചിടണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ പിന്നി കെട്ടി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു കാലം വരെ നമ്മൾ പിന്നി കെട്ടി തന്നെ പോകുന്നു. പിന്നീട് നമുക്ക് നമ്മളുടേതായ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് പറ്റുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ കൊടുത്തുകൂടാ? എന്താണത് കൊടുത്താലുള്ള പ്രശ്നം? അത് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ യെസ്, കൗൺസിലിംഗ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് അതിനോടും ഒരു ഐറ്റം പോലെയൊന്നും ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം പണ്ട് നമ്മൾ പറയും കൗൺസിലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടുള്ളവർ മാത്രം പോകുന്നതാണ് എന്നൊരു അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആയിരുന്നില്ലേ. അപ്പം അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ, ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം, നിങ്ങൾക്ക് ഇതുപോലത്തെ സിമിലർ സിറ്റുവേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട്, അറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു ഷെയർ ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം.